ഓണം ഹിന്ദുക്കളുടെ ആഘോഷമാണ്. ആ ആചാരത്തോട് ഒരു വിധത്തിലും നമ്മൾ ഒത്തുപോകാൻ പാടില്ല. ഒരധ്യാപിക രക്ഷിതാക്കൾക്കയച്ച സന്ദേശം പുറത്ത്. ചർച്ച, വിവാദം. എക്സ്പ്രസ് വാർത്തയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് KR. തൃശൂർ ജില്ല കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. അതേ തൃശൂർ ജില്ലയിലെ പെരുമ്പിലാവിലുള്ള സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ അധ്യാപകരാണ് വർഗീയ പരാമർശം നിറഞ്ഞ സന്ദേശം അയച്ചിരിക്കുന്നത്. ഓണം മലയാളികളുടെ ഉത്സവമായാണ് ആഘോഷിക്കുന്നത്. അതിൽ ജാതി മത വ്യത്യാസം ഉള്ളതായി ഇതുവരെ കണ്ടിട്ടില്ല. മലയാളി എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ഓണാഘോഷം കൂട്ടായ്മയുടെ ഉത്സവമായി കൊണ്ടാടാറുണ്ട്. ഇതൊന്നും ആർക്കും അറിയാത്തതല്ല. പിന്നെന്താണ് ഈ അധ്യാപകർ മാത്രം ഇങ്ങനെ? സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് ഹൈസ്കൂളിലെ 2 അധ്യാപകരാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്ക് സന്ദേശം അയച്ചിരിക്കുന്നത്. ഇവർ അയച്ച 2 ശബ്ദ സന്ദേശവും പുറത്തായിരിക്കുന്നു. ഈ ശബ്ദ സന്ദേശം പുറത്തായപ്പോൾ മാത്രമാണ് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഓണം അവരുടെ, അതായത് ഹിന്ദുക്കളുടേതാണ്. അതിനെ നമ്മളോ നമ്മുടെ കുട്ടികളോ പ്രോത്സാഹിപ്പിക്കരുതെന്ന നിർദ്ദേശവും ഈ അധ്യാപിക നൽകുന്നുണ്ട്. ഓണാഘോഷം ഹിന്ദു മതവിശ്വാസികളുടേതാണെന്നും അതിൽ ഇസ്ലാം മതവിഭാഗത്തിലെ കുട്ടികളെ പങ്കെടുപ്പിക്കരുതെന്നുമാണ് അധ്യാപികയുടെ സന്ദേശത്തിലുള്ളത്. ഇവർ അധ്യാപകരാണോ? ഇവരെ അധ്യാപകരെന്ന് വിളിക്കാൻ സാധിക്കുമോ? എത്ര പച്ചക്കാണ് വർഗീയത കുത്തിവയ്ക്കുന്നതെന്ന് ഈ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മറ്റു മതസ്ഥരുടെ ആചാരങ്ങളോട് പങ്കുകൊള്ളരുതെന്നും വേഷവിധാനത്തിലാണെങ്കിലും മറ്റേത് കാര്യത്തിലും നമ്മളോ കുട്ടികളോ പങ്കെടുക്കാതെ ശ്രദ്ധിക്കണമെന്നും ഈ അധ്യാപികയുടെ സന്ദേശത്തിൽ പറയുന്നു. നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം എന്ന നിർദ്ദേശവുമുണ്ട്. ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലെ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിലും അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല. സെലിബ്രേഷനിൽ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല. വേഷവിധാനത്തിലാണെങ്കിലും മറ്റു കാര്യത്തിൽ എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കടപിടിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. എന്തായാലും ഈ 2 അധ്യാപകരും ചേർന്ന് അയച്ച സന്ദേശം ഒരിക്കലും അവരുടെ മാത്രം അറിവോടെ ആയിരിക്കണമെന്ന് ഉറപ്പില്ല. ഇതിനു പിന്നിൽ നടക്കുന്ന സംഭവങ്ങളും ഗൂഢാലോചനയും പുറത്തു വരണം. തന്റെ അറിവോടെയല്ല അധ്യാപകർ ഈ സന്ദേശം അയച്ചതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ സ്കൂൾ അധികൃതർക്ക് യാതൊരു ബന്ധവുമില്ലെന്നും പറഞ്ഞു. ഓണാഘോഷം ഇത്തവണ ഏറ്റവും ഭംഗിയായി തന്നെ നടത്തുമെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു. അങ്ങനെയെങ്കിൽ സന്ദേശം അയച്ച അധ്യാപകർ പങ്കെടുക്കുമോ എന്ന് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. എന്തായാലും വർഗീയ പരാമർശം ചർച്ചയായി, വിവാദമായി. DYFI നൽകിയ പരാതിയിൽ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുമുണ്ട്. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് നടപടിയെടുക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പും പ്രതികരിച്ചു. സ്കൂൾ വിദ്യാഭ്യാസങ്ങളിൽ മതങ്ങളുടെ കടന്നുകയറ്റം അപകടം തന്നെയാണ്. ഈ സ്കൂളിലെ വർഗീയ പരാമർശം പോലെ മറ്റ് ചില മതസ്ഥർ നടത്തുന്ന സ്കൂളുകളിലും മതം അടിച്ചേൽപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട്ടുള്ള ഒരു സ്കൂളിൽ കുട്ടികളുടെ തിരിച്ചറിയൽ കാർഡിന്റെ മറുവശത്ത് മതചിഹ്നം ഉൾപ്പെടുത്തിയത് വിവാദമായിരുന്നു. ഗുരുക്കന്മാരുടെ കാൽ കഴുകിക്കലും സൂംബ ഡാൻസിനെ എതിർക്കലുമൊക്കെ ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗം തന്നെയാണ്. വിദ്യാലയങ്ങളിലും വിദ്യാഭ്യാസ രീതിയിലും മതങ്ങളുടെ അനാവശ്യ കടന്നുകയറ്റം ഭാവി തലമുറയെ വാർത്തെടുക്കേണ്ടവർ അവരെ വേർതിരിപ്പിക്കാനേ സാധിക്കൂ. കുട്ടികൾ അതിർവരമ്പുകളില്ലാതെ വളരട്ടെ, കളിച്ചും ചിരിച്ചും പഠിച്ചും വളരട്ടെ. അവരെ മതത്തിന്റെ ചട്ടക്കൂട്ടിലിട്ട് വളർത്താൻ ശ്രമിക്കുന്നത് നല്ലൊരു സമൂഹത്തെ വളർത്താനല്ല, തളർത്താനേ സാധിക്കൂ. വിശ്വാസം അവനവന്റെ ഉള്ളിലായിക്കോട്ടെ, കുരുന്ന് മനസ്സിൽ അടിച്ചേൽപ്പിക്കരുത്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ ഗുരുനാഥന്മാരാവുകയുള്ളൂ. മറ്റു മതങ്ങളെ നിന്ദിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത കാട്ടിയിട്ടുണ്ടോ എന്ന്
ആത്മപരിശോധന നല്ലതായിരിക്കും. അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം.